SITയുടെ അടുത്ത് പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പലരും ഈ തന്ത്രിയെ അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കുക കുറേ പേര്. കാരണം തന്ത്രി വിശുദ്ധനാണ്, അവരങ്ങ് ഒപ്പിട്ട് കൊടുത്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു തന്ത്രിയെ വിശുദ്ധീകരിക്കുമ്പോൾ ഫലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ വിശദീകരിക്കുക, കള്ളന്മാർക്ക് കൊട പിടിക്കുകയാണ് ചെയ്യുന്നത്. തന്ത്രിയെ വിശദീകരിക്കാൻ സമയമായിട്ടില്ല. PS ശ്രീധരൻപിള്ളയാണ് പറഞ്ഞിരിക്കുന്നത് തന്ത്രി വിശുദ്ധനാണ്, തന്ത്രിയെ ഞാനാണ് ഉപദേശിച്ചത്, യുവതീ പ്രവേശനത്തിന് സർക്കാരിന് തന്ത്രിയോട് ഭയങ്കര എതിർപ്പാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവന എന്ന് പറയുമ്പോൾ അത് ബാലിശമുണ്ട്. പക്ഷേ BJPക്ക് നാഷണൽ ലെവലിൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെറ്റീരിയൽ അവരെ കൈ കിട്ടിയിട്ട് എന്തുകൊണ്ട് അവർ നിശബ്ദരായിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടത് ഈ സമയത്ത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത് ശബരിമലയിലെ മേൽശാന്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. രാജമേ നമസ്കാരം. നമസ്കാരം. രാജമേ, ശബരിമല സ്വർണ്ണമോഷണം വളരെ വിവാദമായ ഒരു വിഷയമാണ്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ, മേൽനോട്ടത്തിൽ SIT വളരെ സുതാര്യമായിട്ട് തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. എങ്കിൽ തന്നെയും തന്ത്രിയുടെ അറസ്റ്റ് ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് തന്ത്രി അറിയാതെ ഒന്നും ശബരിമലയിൽ നടക്കില്ല എന്നൊരു പക്ഷമാണുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പലരും ഈ തന്ത്രിയെ അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കുക കുറേ പേര്. കാരണം തന്ത്രി വിശുദ്ധനാണ്, അവരങ്ങ് ഒപ്പിട്ട് കൊടുത്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു തന്ത്രി. ഈ കണ്ഠരും രാജീവരുടെ സഹോദരൻ കണ്ഠരും മോഹനരും ഒക്കെ എന്താണെന്നുള്ളത് ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തെ കാര്യം, ഈ തന്ത്രിയാണെങ്കിലും മേൽശാന്തി ആണെങ്കിലും ഇവരുടെ ഒരു തരം ഭക്തിയുണ്ട്. ഇത് എല്ലാ സമൂഹത്തിനകത്തും ഉണ്ട്, മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ട്, ക്രിസ്ത്യാനികൾക്കിടയിലും ഉണ്ടൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ വീട്ടിനകത്ത് എൻ്റെ മമ്മിയും ഞാൻ ഈ വൈദികരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി പറയും അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. പറയുമ്പോൾ മമ്മി ബന്ധിക്കൂസുകാരിയാണ്, പക്ഷേ എന്നാലും പറയും ദൈവത്തിൻ്റെ, ഏത് സഭേനെയാണെങ്കിലും പുരോഹിതരെ ഒന്നും പറയാൻ പാടില്ല, അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. അഹരോൻ്റെയും മോശയുടെയും കാലഘട്ടത്തിലുള്ള ആ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചാവകാശികളായിട്ട് ഇവരെ കാണുകയാണ്, ഇടയന്മാർ എന്നുള്ള രീതിയിൽ കാണുകയാണ്. ഈ ഒരു സാധനം വല്ലാതുണ്ട്. ഞാൻ പലപ്പോഴും പൊളിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ പപ്പയുടെ അപ്പന്. പപ്പ മർത്തോമക്കാരനാണ്. അപ്പോൾ ഈ മർത്തോമ സഭ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അപ്പച്ചന് ഇപ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാൻ വായിക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അപ്പച്ചൻ പണ്ട് മനോരമ പത്രത്തിൻ്റെ ഏജൻ്റായിരുന്നു. അപ്പോൾ മനോരമ പത്രം എന്നും വായിക്കണം. അപ്പോൾ പപ്പ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്ക് അസൈൻമെൻറ്റ് ഒന്നും എനിക്കും എൻ്റെ സഹോദരിമാർക്കും ഓരോ ദിവസം ഓരോരുത്തർ മാറി മാറി വായിക്കണം. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇരുന്ന് പത്രത്തിലിരുന്ന് വായിച്ചു, കാറ് മോഷ്ടിച്ച വൈദികൻ അറസ്റ്റിൽ, ഇദ്ദേഹം ഇന്ന മാർത്തോമ പള്ളിയിലെ ഇടവക വികാരിയാണ് അത്രയെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞടാ എനിക്കറിയാവുന്ന പള്ളിയെ നീ പത്രം തന്നെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ അപ്പച്ചനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ എന്ന് പറഞ്ഞു. അപ്പം ഇത്തരം സാധനങ്ങൾക്കകത്തുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് യേശുവിനേക്കാൾ കൂടുതൽ അച്ഛന്മാരോടുള്ളൊരു തരം ബഹുമാനം, ആദരവ്, അവർ ദൈവത്തിൻ്റെ വലിയ അടുത്ത ആൾക്കാരെന്നുള്ളതാണ്. ഇതേ സാധനമാണ് ഈ തന്ത്രിമാരും ഈ മേൽശാന്തിമാരും ഒക്കെ വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത്. അവിടെ വരുന്ന ഭക്തർക്ക് അയ്യപ്പനെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, ഇവരെ ഒന്ന് കാണണം, ഇവരെ ഒന്ന് അടുത്ത് കാണുക, അവരോടൊന്ന് മിണ്ടാൻ പറ്റുക, അവരടുത്ത് നേരിട്ടുന്ന പ്രസാദം സ്വീകരിക്കാൻ പറ്റുക. അവിടെയാണ് ഈ പോറ്റിയുടെ റോള് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, കാരണം പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം, ഇയാളെ പണി അവിടെ വല്ല തുടക്കലും പിടിക്കലും ഒക്കെയാണ്. പള്ളിയിൽ കൈക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു സഹായിയായിട്ട് അവിടെ നിർത്തിയിരിക്കുന്നതാണ് കപ്പ്യാർ. അതെ, അവിടുത്തെ പിന്നെ ശബരിമലയിലെ കപ്പ്യാരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താ ഇവിടെ ഇത്ര വലിയ റോൾ ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങൾക്കകത്തുന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ വലിയ പണക്കാരായിട്ടുള്ള, വലിയ സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അയ്യപ്പനോടുള്ള പോലെയുള്ള ആരാധന ഈ മേൽശാന്തിയോടോ അല്ലെങ്കിൽ തന്ത്രിയോടോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരെടുത്തൊരു ആക്സസ് കിട്ടണം, അവരെടുത്ത് നേരിട്ടുന്നൊരു പ്രസാദം കിട്ടണം, അവരെ ഒന്നും മിണ്ടിയാൽ മതി. സിൽക്ക് സ്മിതയുടെ ആപ്പിൾ കഴിച്ച ആരാധകരുടെ അതേ മാനസികാവസ്ഥയിലാണ് ഈ ഭക്തന്മാർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് വഴിയൊരുക്കി കൊടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പോറ്റിയല്ല, പല പോറ്റിമാരും ഉണ്ടാവും, അങ്ങനെ ഉള്ള ഏജൻറ്റുമാരുണ്ടാവും. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, ഗുരുവായൂരും ഉണ്ട്, ബാക്കിയുള്ളിടത്തും ഉണ്ട്, ഒക്കെ ഉണ്ട്. ആ രീതിയിലുള്ള സംഭവമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. SITയുടെ അടുത്ത് പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SIT ഒരു കേസിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പം എല്ലാ പഴുതും അടയ്ക്കണം. ഞങ്ങൾ കേസ് എടുത്ത് ഞങ്ങളൊക്കെ അന്വേഷണ മികവെന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെയൊക്കെ വഴിയെ പോകുന്നതിനെ പിടിച്ച് പൊക്കുന്നൊരു പരിപാടി ഉണ്ടാവരുത്. ഈ ഖത്തർ പോലീസിന് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. ഖത്തർ പോലീസിലൊന്നും അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ മികവില്ല. എവിടെ ഒരു മർഡർ നടന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരു പെണ്ണാണ് റേപ്പ് ചെയ്ത് കൊന്നതാണ്, അതിൻ്റെ അടുത്തൊരു ചെരുപ്പ് കിടപ്പുണ്ട്, ഒരു ജോഡി ചെരുപ്പ് കിടപ്പുണ്ട് കുറച്ചപ്പുറത്ത്. അപ്പോൾ ഇവർ വഴിയെ പോകുന്നവരെല്ലാം പിടിച്ചു, ഓരോരുത്തരെ കൊണ്ട് ഈ ചെരുപ്പ് ഇടിച്ച് വെക്കും. അവസാനം ഒരുത്തൻ്റെ കാലിന് ചെരുപ്പ് ഭാഗമായി അവനെ പിടിച്ചങ്ങെടുത്ത് കൊണ്ടുപോയിട്ടു. ഈ രീതിയിലാണ് SIT ഇതിനകത്ത് പോയിട്ടുള്ളത്. SIT വേണ്ടിയിരുന്നത് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് ഇതിൻ്റെ ഡീപ്പ് ലെവലിലേക്ക് പോയിട്ട് അതിൻ്റെ റൂട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ജാമ്യം പോലും കിട്ടാതെ വിചാരണ തടവുകാരായിട്ട് കഴിയുന്ന രീതിയിലേക്ക് പ്രതികളെ ലോക്ക് ചെയ്യണമായിരുന്നു. അതിനകത്ത് SITക്ക്, പ്രത്യേകിച്ച് SITക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ച് ധൃതിക്കാരനാണ്, ആവേശ കമ്മിറ്റിയാണ്.
പുള്ളിക്ക് പെട്ടെന്ന് ഞാൻ കേസിൽ മികവ് കാണിച്ച് പെട്ടെന്ന് പിറ്റേന്ന് തന്നെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ രാഷ്ട്രപതിയുടെ മെഡലോ ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷിച്ചിട്ടുള്ള ആവേശം സംഭവിച്ചു എന്നുള്ള ഒരഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ഇതിനകത്ത് സംഭവിക്കുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം പൂച്ചലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് സംവിധാനമൊന്നും ഇല്ല അതിനകത്ത്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് ചാരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു വീട് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ വീടിന് വേണ്ടിയിട്ട് നമ്മൾ യൂസഫലിൻ്റെ അടുത്തും പറയുന്നു ഒരു വീട് പാവപ്പെട്ടൊരു നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നു പുള്ളി ഒരു വീടിനുള്ള പൈസ തരുന്നു. സാബുഹൻ ജാക്കബിൻ്റെ അടുത്തും നമ്മൾ പോയിട്ട് ഇത് തന്നെ പറയുന്നു, പുള്ളി ഒരു വീടിനുള്ള പൈസ തരുന്നു. രവി പിള്ളിയും തരുന്നു ഒരു വീടിനുള്ള പൈസ. കൊച്ചോസഫ് ചിറ്റിലപ്പള്ളിയും തരുന്നു ഒരു വീടിനുള്ള പൈസ. അദാനിൻ്റെ അടുത്ത് പറ്റുകയാണെങ്കിൽ അവിടെയും പോയിട്ട് മേടിക്കുന്നു. പക്ഷേ ഒരു വീടേ കൊടുക്കുന്നുള്ളൂ. 5 പേരെടുത്ത് പൈസ മേടിച്ചു, ബാക്കി 4 പേരെ പൈസ പോക്കറ്റിലായി. ഇവർക്ക് ഈ വീടിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി, അല്ലാതെ അവരെ പേര് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഈ വിശ്വാസികളെടുത്തുനിന്ന് ഈ സ്വർണം പൂശലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാക്കി ഒന്നും വേണ്ടെന്നേ, കോൺക്രീറ്റ് കൊടിമരത്തിൻ്റെ ചെതല് പിടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അതിലല്പം ദേവപ്രശ്നം വെച്ചിട്ട് തന്ത്രിയാണ് ഇപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്നത്. അതെ അതെ അതെ. ഇവന്മാരെ ദേവപ്രശ്നമൊക്കെ ഭയങ്കര രസമാണ്. ശുദ്ധികലശം നടത്തണം എന്ന് പറയും, അപ്പോൾ അത് ഇവർക്ക് പറ്റിയ കോൺട്രാക്ടർക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അത് ഗുരുവായൂരുമുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് കുളം പറ്റിക്കണം എന്ന് പറയും. അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഉണ്ട്. നവീകരണം പറയും, അതിൻ്റെ കവാടം പൊളിച്ച് പണിയണമെന്ന് പറയും. എന്നിട്ട് ഇവർക്ക് പറ്റിയ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ബേസിക്കലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള അന്ധരായിട്ടുള്ള ഭക്തന്മാരുണ്ടല്ലോ, അവർക്ക് അയ്യപ്പനേക്കാൾ വലിയ ആരാധന ഇവരോടാണ്. ഈ അമിതമായിട്ട് ഈ ഭക്തിയുള്ള ആളുകളെടുത്ത് ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് സ്വർണം പൂച്ചണം, അതുകൊണ്ട് നിങ്ങൾക്ക് പുണ്യം കിട്ടും, ദൈവത്തിൻ്റെ അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടും എന്ന് പറയും. ഇത് സ്വർണം പൂച്ചണമെന്ന് പറഞ്ഞിട്ട് 1 കിലോ സ്വർണ്ണമായിരിക്കും പൂച്ചേണ്ടി വരുന്നത്. ആകെ 10 പേരിടുന്ന് ഓരോ കിലോ വെച്ച് മേടിക്കും. അവരോട് പറയുന്ന കണക്ക് കറക്റ്റ് തന്നെയാണ്. പിന്നെ എസ്റ്റിമേഷൻ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കും, ഇത്രയാണ് വേണ്ടതെന്ന് പറയും. പക്ഷേ ഇതൊന്നും ഓഡിറ്റ് ചെയ്യുന്നില്ല. ഇതൊന്നും കൃത്യമായിട്ടുള്ള അക്കൗണ്ടിലൂടെയല്ല ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതാ ഞാൻ പറഞ്ഞേ, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിയന്ത്രിക്കുക എന്ന് പറയുമ്പം സിബി ആലോചിച്ച് നോക്കണം. ഇപ്പം പോലീസ് സ്റ്റേഷനിലൊന്നും അത്ര സംവിധാനമില്ല. പണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഏജൻറ്റ് കാണും. അതേപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വില്ലേജ് അസിസ്റ്റൻറ്റ് പോലും ആയിരിക്കത്തില്ല, അവിടുത്തെ ആരും ആയിരിക്കത്തില്ല, അവിടുത്തെ സർവേയറും ആയിരിക്കത്തില്ല, ഒന്നും ആയിരിക്കത്തില്ല. അവിടെ തൊട്ടപ്പുറത്തുള്ള ചായക്കടക്കാരനോ ആരെങ്കിലും ഒരാളായിരിക്കും. തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് നാരങ്ങ കച്ചവടം നടത്തുന്നവനോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരനോ അല്ലെങ്കിൽ അവിടെ ഫോട്ടോസ്റ്റാറ്റ് കട നടത്തുന്നവനായിരിക്കും. പക്ഷേ ഇവനെടുത്ത് പോയി കഴിഞ്ഞാൽ കാര്യം എളുപ്പം നടക്കും. അന്ന് ഓൺലൈൻ അല്ലല്ലോ, അന്ന് പിന്നെ ഒരു നികുതി ചീട്ട് കിട്ടണമെങ്കിൽ 4 പ്രാവശ്യം നടക്കണം. അപ്പോൾ 1000 രൂപ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 500 ഇവനും കൊടുക്കാം, 500 വില്ലേജ് ഓഫീസർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ കൂടെ ആയിട്ട് വീതിച്ച് കൊടുക്കാം. ഇങ്ങനെയുള്ള ഏജൻസി പണി കുറേ ഉണ്ട്. RT ഓഫീസിൽ കൃത്യമായിട്ടുണ്ട്, RT ഓഫീസിൽ ഏറ്റവും വ്യാപകമായിട്ടുണ്ട്. ഇത്തരം ഏജൻസി പണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചുകൊണ്ട് തന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശരിക്കും പറഞ്ഞാൽ തന്ത്രിയുടെയൊക്കെ കയ്യിൽ ടൂൾ, അവർക്ക് നേരിട്ട് ഡീൽ നടത്താൻ പറ്റത്തില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തി ഇവിടെ കൊണ്ടുവരുന്നത് ഈ തന്ത്രിയാണ്. അതെ അതെ അതേ പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് നേരിട്ട് ഡീൽ നടത്താൻ പറ്റില്ല. വില്ലേജ് ഓഫീസർക്ക് നേരിട്ട് ഈ പരിപാടി നടത്താൻ പറ്റത്തില്ല. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അവർക്കോ നേരിട്ട് ഡീൽ നടത്താൻ പറ്റത്തില്ല. ഈവൻ ലൈസൻസിന് വരെ ഇത്തരം സംവിധാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഏജൻറ്റുമാരുണ്ട്. ടെസ്റ്റിനകത്ത് അവർ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരനായിട്ടാണ് പോറ്റിയെ ഇവർ കൊണ്ടു നിർത്തിയിട്ടുള്ളത്. പോറ്റിക്കൊരു ഓഹരി, ഇവർക്കൊരു ഓഹരി. ഈ പോറ്റിയെ കയറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുപാടിയവർ ആലോചിക്കേണ്ട കാര്യം, പോറ്റിയെ കയറ്റിയതാരാ? തന്ത്രി ആദ്യം കയറ്റിയത്. തന്ത്രിയുടെ കെയർ ഓഫിലാണ് ഈ പോറ്റി അവിടെ വരുന്നത്. ഈ തന്ത്രിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കൊക്കെ ഇത്തരം ഫണ്ട് പകമാറ്റലുണ്ട്. ഇപ്പം നിലമ്പൂരൊരു തിയേറ്ററുണ്ട്. നിലമ്പൂർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അവർ അറബിയെ പറ്റിച്ചുണ്ടാക്കിയ തിയേറ്ററാണ്. അറബിയുടെ അടുത്ത് നിന്ന് പിന്നെ അവിടെയുള്ള ഒരു പ്രവാസിയായിട്ടുള്ള ആൾ അറബിയുടെ അടുത്ത് പറഞ്ഞാൽ അവിടെ ഒരു പള്ളി പണിയണമെന്ന് പറഞ്ഞു. ഈ തിയേറ്റർ ഉണ്ടാക്കിയേക്കുന്ന പള്ളിയുടെ രൂപത്തിലായിരുന്നു ആദ്യം. അതായത് ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ പള്ളി മോസ്കിൻ്റെ രീതിയിലാണ്. പാവം അറബി ഇത് വിശ്വസിച്ച് പുള്ളി നാട്ടിൽ വരികയും ചെയ്തു. അപ്പോഴും നോക്കിയപ്പോൾ പള്ളി വിശാലമായ ഹാൾ, കസേരയൊന്നും ഇട്ടിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് അറബിയുടെ അടുത്ത് നിന്ന് പൈസയൊക്കെ മേടിച്ച് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് തിയേറ്ററാക്കി മാറ്റി. തിയേറ്ററിൻ്റെ പേര് ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ നിലവിൽ എനിക്കെതിരെ കേസില്ല. ഇനിയിപ്പോൾ നിലമ്പൂരോട്ടും കൂടി കേസിന് പോകാൻ വയ്യ. അല്ലാതെ അത്യാവശ്യം ഇപ്പോൾ എല്ലാ ജില്ലയിലും കേസായി തുടങ്ങി. കോടതി പറഞ്ഞല്ലോ അന്വേഷണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പം പിന്നെ ഇതിനകത്ത് പ്രശ്നമില്ല. അപ്പോൾ SHIയുടെ അടുത്ത് നിന്ന് എടുത്തിയാട്ടം കൂടിപ്പോയി എന്നുള്ള ഒരാക്ഷേപമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കാര്യം ചെയ്യട്ടെ, ഇവർ കോടതിയെ സമീപിക്കട്ടെ, CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ കാര്യം, സോണിയാഗാന്ധിയുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ സ്വർണ്ണമാണോ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ വാതിൽപ്പാളിയിലെ ഏലസ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ BJPക്ക് എന്താണ് ഇതിനകത്ത് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ടാണ് BJP ശ്രമിക്കാത്തത് എന്നുള്ളതാണ്. രണ്ടാമത്, ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ജയറാമിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. ജയറാം പറയുന്നത് ഞാൻ അവിഹിതമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നാണ്. ചുമ്മാ ഒന്നുമല്ല,
വെറുതെ പോകുന്ന വഴിക്ക് ജയറാമിനെ കാണിക്കുമ്പോൾ ജയറാമിൻ്റെ അടുത്ത് നല്ലൊരു എമൗണ്ട് കിട്ടും. ജയറാം ആണെങ്കിൽ ആനപ്രേമിയാണ്, അമ്പലപ്രേമിയാണ്, ഭയങ്കര വിശ്വാസിയാണ്, അമ്പലത്തിൽ ചെണ്ട കൊട്ടാൻ പോകുന്നതാണ്, കൃത്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, അതും 41 ദിവസത്തെ വ്രതം എടുത്ത് തന്നെ പോകുന്ന ആളാണെന്നാണ് എൻ്റെ അറിവ്. പുള്ളി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോലും ഭക്ഷണത്തിനകത്ത് ക്രമീകരണ സമയത്ത് വരുത്തുന്ന ആളാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർ ഈ വിഷയത്തിനകത്ത് എടുക്കുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ഇപ്പം ലഘൂകരിച്ചിട്ട് തന്ത്രിയെ വിശദീകരിക്കുമ്പോൾ ഫലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ വിശദീകരിക്കുക, കള്ളന്മാർക്ക് കൊട പിടിക്കുകയാണ് ചെയ്യുന്നത്. തന്ത്രിയെ വിശദീകരിക്കാൻ സമയമായിട്ടില്ല. തന്ത്രി സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. പക്ഷേ ലോക്ക് ചെയ്യാൻ വേണ്ട കറക്റ്റായിട്ടുള്ള എവിഡൻസ് എല്ലാം പുൾ ഔട്ട് ചെയ്യാനുള്ള സമയം എടുക്കുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു പ്രശ്നം പറ്റിയേക്കുന്നതാണ്. അത് കൂടാതെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത് ശബരിമലയിലെ മേൽശാന്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അവിടെ പോയിട്ട് പൂജകളൊക്കെ നടത്തി സോണിയാഗാന്ധി രോഗാവസ്ഥയിലായിരുന്നു. അടൂർ പ്രകാശും കൂടെ ഉണ്ട്. യെസ്, അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഗോവർദ്ധനും ഉണ്ട്. ഗോവർദ്ധനുണ്ട്. കാരണം അത് സ്വർണ്ണം വാങ്ങിയ ആളുണ്ടല്ലോ, ശബരിമല സ്വർണ്ണം വാങ്ങിയ ആളുണ്ട്. ഇവരെല്ലാവരും കൂടെ പോയത്. എന്നിട്ടും BJP ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ടൊരു ആരോപണമായിട്ട് എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. PS ശ്രീധരൻപിള്ളയാണ് പറഞ്ഞിരിക്കുന്നത് തന്ത്രി വിശുദ്ധനാണ്, തന്ത്രിയെ ഞാനാണ് ഉപദേശിച്ചത്, യുവതീ പ്രവേശനത്തിന് സർക്കാരിന് തന്ത്രിയോട് ഭയങ്കര എതിർപ്പാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവന എന്ന് പറയുമ്പോൾ അത് ബാലിശമുണ്ടത്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ കൊണ്ടേ ട്രാപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം, അന്തിമ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക, റൈറ്റ് ടൈമിനകത്ത് എടുത്തിട്ട് പുൾ ഔട്ട് ചെയ്യുക. ഇവർക്കിത് CBI എത്തിക്കണം എന്നുണ്ടാവും. CBI എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ലോക്ക് ചെയ്യാം. ഇവർക്ക് CBI എത്തിക്കഴിഞ്ഞാൽ ഇത് ഇന്റർപോളുമായിട്ട് ഒരു ലിങ്ക് ചെയ്യും. കാരണം ഇവിടെ നിന്നുള്ള സ്വർണം ഇറ്റലിയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് വരെ അവർ നീങ്ങും. അതിനാണ് അവർ SIT ഒന്നും കൊള്ളത്തില്ല എന്ന് വരുത്തി തീർക്കുമ്പോഴാണ് CBI അന്വേഷണത്തിന് പ്രസക്തി വരുന്നത്. CBI അന്വേഷണത്തിന് വരുമ്പോഴാണ് CBI ഇവരുടെ നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത്. CBIക്ക് റെഫർ ചെയ്യാൻ പറ്റും, റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, ഇന്റർപോളിൻ്റെ സഹായം ആവശ്യമാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷന് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഇറ്റലിയിലേക്ക് അന്വേഷണം പോകുന്നുള്ളത്. രണ്ടാമത്തെ കാര്യം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക്, പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണല്ലോ ഈ സാധനം പോയിരിക്കുന്നത്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധൻ ഒരു ഇതിനിടയ്ക്ക് മീഡിയേറ്റർ റോളേ ഉള്ളൂ. ജ്വല്ലറിക്കാരനാണ്. പക്ഷേ ഗോവർദ്ധൻ്റെ ഇതിനകത്തുള്ള ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ്. അവിടെ നിന്നുള്ള സാധനം എടുത്ത് ഇപ്പുറത്തോട്ട് വർക്കിന് വേണ്ടി കൊടുക്കുന്നു, ഇടയ്ക്ക് നിൽക്കുന്നു, ഇയാൾക്ക് മുടക്കൊന്നുമില്ല. പൈസ ഇനിയിപ്പോൾ മുടക്കുണ്ടെങ്കിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നു. അതിനേക്കാൾ കൂടുതൽ ഇനിയിപ്പോൾ കൊണ്ടുപോയ സാധനത്തിന് അതൊന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി അറിയത്തില്ല. ജ്വല്ലറിക്കാരൻ ആയതുകൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ മാലയും വളയൊക്കെ ഉണ്ടാക്കും. രാജമ, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലയിലെ അതായത് അവിടെ പൂജകളൊക്കെ നടത്തിയിരിക്കുന്ന ആ സ്വർണ്ണപ്പാളിയിൽ നിന്ന് 1 ഗ്രാമിന് വേണമെങ്കിൽ 1 കോടി നൽകി വാങ്ങാനായിട്ടുള്ള ഭക്തന്മാരുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. ഉണ്ട്, അതല്ലേ, അതാണ് എൻ്റെ കച്ചവടം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വിശുദ്ധ നാടുകളിൽ പോയിട്ട് ഉള്ള ചില നെയ്യ് കൊണ്ടുവരും, തിരുശേഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസപ്രകാരം സംസം വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സംസം വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരടപ്പിലൊക്കെയാണ്. നമുക്കൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊക്കെ തന്നിട്ടുണ്ട് എൻ്റെ അയലോക്കത്തുള്ള വീട്ടുകാരൊക്കെ. എന്തെങ്കിലും വരുമ്പോൾ ഈ സംസം വെള്ളം കുറച്ച് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മമ്മിക്കും പപ്പയ്ക്കും അതിൽ വിശ്വാസമില്ല. പക്ഷേ ഇവരുടെ ആ സ്നേഹത്തെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ള രീതിയിൽ എന്നെ ഒരു പ്രാവശ്യം പട്ടി കടിച്ചപ്പോൾ അടുത്ത വീട്ടിലെ ഉമ്മ സംസം വെള്ളം കൊണ്ടുവന്നു തന്നു. ആശുപത്രിയിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പിന്നെ ആശുപത്രിയിൽ രഹസ്യമായിട്ടോ പോയാൽ, ഇല്ലെങ്കിൽ അവരെ നിന്ദിക്കുന്നതിനും ഇല്ല. അപ്പോൾ സംസം വെള്ളത്തിനോ അല്ലെങ്കിൽ തിരുശേഷിപ്പിനോ ഒക്കെ കൊടുക്കുന്ന അതേ വാല്യൂ തന്നെയാണ് ഈ സാധനത്തിലുള്ളത്. കാരണം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ല, അതിനപ്പുറത്ത് ഈ വിശ്വാസം തലയ്ക്ക് പിടിച്ചിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള സ്വർണത്തിൻ്റെ ഒരു തരി അത് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ വീട്ടിലങ്ങ് ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്ന വിഡ്ഢികളായിട്ടുള്ള വിശ്വാസികൾ എല്ലാ മതത്തിനകത്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അത്തരം അന്ധവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കുകയും, ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് നല്ല തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ BJPക്ക് നാഷണൽ ലെവലിൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെറ്റീരിയൽ അവരെ കൈ കിട്ടിയിട്ട് എന്തുകൊണ്ട് അവർ നിശബ്ദരായിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടത് ഈ സമയത്ത്.